യെല്ലോ ഡോളർ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാണ് മക്കളെ. ഗ്രീന് പോയി നിങ്ങൾക്ക് യെല്ലോ ആയിട്ടുണ്ടാ എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചോ. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടോ. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയാം, ഈ ഒരു ഗ്രീൻ ഡോളർ എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം നമുക്ക് ഏണിങ്സ് ലഭിക്കാവുന്ന ഒരു സംഭവമാണത്. അത് മാറി ഈ യെല്ലോ ഡോളർ ആയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് കുറച്ച്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലും തരത്തിലുള്ള ഉടായ്പും കൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഉടായ്പ് പാതി ഈ വഴിയിൽ അവിടെ ഉപേക്ഷിച്ചോ. ഹായ് ഗൈസ്, അപ്പം എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്. അതായത് മോണിറ്റൈസേഷൻ ലഭിച്ച പല ചാനലുകൾക്കും പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഞാൻ ഈ പറയുന്ന കാര്യം. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഇപ്പം നിങ്ങൾക്ക് യെല്ലോ ഡോളർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള പ്രശ്നമാണ്. നമുക്ക് ഏറ്റവും നാച്ചുറലായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഡോളറാണ്. അപ്പോൾ ഈ യെല്ലോ ഡോളർ വരുന്നത്, ചില ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ നോർമൽ കണ്ടന്റ് ആണ് ചെയ്തത്, എൻ്റെ തന്നെ വീഡിയോ ആണ്, പക്ഷേ എന്നിട്ടും എനിക്ക് എങ്ങനെ ഈ ഒരു യെല്ലോ കളർ ഡോളർ വന്നു, എന്തുകൊണ്ടാണെന്നുള്ള റീസൺ പല ആൾക്കാർക്കും അറിയില്ല. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ തുടക്കം തന്നെ ഞാൻ പറയാം, എന്തെങ്കിലും ഉടായ്പോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഉദ്ദേശം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ പൂട്ടിക്കെട്ടിക്കോ, ഒരു പരിപാടി നടക്കില്ല. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ മോണിറ്റൈസേഷൻ കിട്ടിയ ഒരുപാട് തുടക്കക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പറ്റാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ ഡോളർ വൈസിൽ തന്നെ നമുക്കിപ്പം ഗ്രീൻ ഡോളർ, അതുപോലെ തന്നെ നമുക്ക് നല്ല കണ്ടന്റ് ചെയ്താലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രീൻ ഡോളർ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് യെല്ലോ ഡോളർ കാണിക്കാറുണ്ട് ചില ആൾക്കാരുടെ ചാനൽ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു 36 വീഡിയോസിന് യെല്ലോ ഡോളറാണ് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ പൈസ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല, ഇത് തുടരെ 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 വരികയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനൊന്നും ഒരു ഫലവും ഇല്ലാതാവും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് വന്ന ഡൗട്ട് എന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഞാൻ നോർമൽ കണ്ടന്റ് ആണ് ഞാൻ ചെയ്തത്, എൻ്റെ തന്നെ വീഡിയോ ആണ്, ഞാൻ ഒരു തരത്തിലുള്ള കോപ്പി പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്നിട്ടും എനിക്ക് എങ്ങനെ ഇങ്ങനെ വന്നു എന്നുള്ളൊരു കാരണമാണ് അവർക്ക് അറിയാനുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വായിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല ഒരിക്കലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയെ അധിക്ഷേപിക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഭീഷണിപ്പെടുത്തുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതായിട്ടുള്ള കണ്ടന്റ്സോ കാര്യങ്ങളോ ആണ് നിങ്ങളുടെ തന്നെ വോയിസ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം വീഡിയോ ആക്കി നിങ്ങൾ ചിത്രീകരിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യെല്ലോ ഡോളർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ്സ് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പാടെ നിങ്ങൾ ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ തുടങ്ങേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് 5ന്റെ പൈസ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, ഒരു തരത്തിലുള്ള ഗ്രോത്തിങ്ങും കിട്ടില്ല. നിങ്ങൾ വെറുതെ പണിയെടുക്കുന്ന പോലെയാവും. നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കി, ഇതൊരു ജോലിയാണ്. നിങ്ങളിപ്പോൾ രാവിലെ തൊട്ടൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ വൈകുന്നേരം വരെ വർക്ക് ചെയ്തിട്ട് അവസാനം നിങ്ങളോട് പറയുകയാണ്, നീ വർക്ക് ചെയ്താൽ എനിക്ക് പൈസയൊന്നും ഇല്ല എന്നുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? അപ്പോൾ അവിടെ നമ്മൾ എഫേർട്ട് എടുക്കുന്നു, നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും തൊഴിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. നിങ്ങൾ എഫേർട്ട് എടുക്കുന്നത്, നിങ്ങളല്ല, ഈ ഞാൻ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഈ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൈസ തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആരും അത് ഒളിച്ചു വെക്കൊന്നും വേണ്ട. അപ്പോൾ അത് നിങ്ങൾക്ക് ജെന്യൂനായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ജെന്യൂനായിട്ടുള്ള കണ്ടന്റ്സ് മാത്രം നിങ്ങൾ ചെയ്യുക. അതായത് ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം ആരെങ്കിലും ഭീഷണിപ്പെടുത്തലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മൂർച്ചയുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് പോലുള്ള മറ്റ് കാര്യങ്ങൾ, പുകവലി, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യലോ മദ്യപാനം പോലുള്ള കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് റീച്ച് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില്ലാക്കാം വൈബാക്കാന്നൊക്കെ പറയും ചില ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ സ്കിപ്പ് ചെയ്ത് പൂട്ടി പോയിക്കോ. കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേറെ പ്രയോജനവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ 10 മടങ്ങാണ് ഒരു പ്ലാറ്റ്ഫോമിന് അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്ത് കണ്ടുപിടിക്കാനുള്ള കംപ്ലീറ്റ് സോഫ്റ്റ്വെയറും അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആരും ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒലത്തിയേക്കാന്നൊന്നും വിചാരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്ത് പോവുക. കാരണം നിങ്ങൾക്ക് അതിനെ കൊണ്ട് വേറെ ഒരു കാര്യവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിനൊക്കെ ഒരു പ്രത്യേക റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അവർ പറയുന്ന റൂൾസ് പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ കുറേ ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്, അതായത് സ്വന്തം വീഡിയോ ആയിട്ടും ഈ പ്രശ്നം വരുന്നു. അപ്പോൾ ചില ആൾക്കാർ ധരിച്ചു വെച്ച് എന്താണ്, നമ്മുടെ സ്വന്തം വീഡിയോ ആണെങ്കിൽ നമുക്ക് എന്തും വിളിച്ചു പറയാന്നുള്ളൊരു കാര്യമാണ് ചില ആൾക്കാർ
വിചാരിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പം കൂടുതൽ ആളും ഇതിൻ്റെ അകത്ത് വരുന്നത് എന്തിനാണെന്നറിയോ? റീച്ചിന് വേണ്ടിയിട്ടാണ്. കാരണം എന്തെങ്കിലും ചീത്ത പ്രയോഗങ്ങളും മറ്റ് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വീഡിയോ ചെയ്യും. കാരണം അവർ വിചാരിക്കുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് റീച്ച് ആവും, അതിലൂടെ നമുക്ക് നല്ല ഫണ്ട് നേടാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരിക്കലും നടക്കൂല. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് തന്നെ ജനങ്ങൾ, അതായത് പ്രേക്ഷകരാണ് ഏറ്റവും വലുത്, നിങ്ങളുടെ വ്യൂവേഴ്സാണ്. അപ്പം വ്യൂവേഴ്സിലോട്ട് നിങ്ങൾ എത്രത്തോളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്തിക്കുന്നോ അതാണ് നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ. അങ്ങനെ നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അത് ഏറ്റെടുക്കും. അങ്ങനെ കിട്ടുന്ന എൻഗേജ്മെന്റ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ ടെക്സ്റ്റ് പോലുള്ള പല ആപ്ലിക്കേഷനിൽ നിന്നും കയറി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ യൂട്യൂബിൻ്റെ അല്ലാതെ ടെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കയറി നിന്നിട്ട് പല ആൾക്കാരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലുള്ള വീഡിയോസും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താവും, നിങ്ങളുടെ ചാനൽ ഇതുപോലെ നിങ്ങളുടെ ഡോളർ ഗ്രീന് മാറി യെല്ലോ വരാനുള്ള വലിയൊരു കാരണമാവും. അതുപോലെ തന്നെ ഈ ചില ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മറ്റുള്ള ആൾക്കാർ ചെയ്തു വെച്ച ഏതെങ്കിലും ഒരു വീഡിയോസിനെ പരമാവധി, അതായത് മനഃപൂർവ്വം അവരെ ഒരു സ്ട്രൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീഡിയോസ് എടുത്തിട്ട് അവർക്കെതിരെ സംസാരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്താവും, അവർ കാണുമ്പോൾ തിരിച്ച് നിങ്ങൾക്കെതിരെയും സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഒരുപാട് യൂട്യൂബിൽ നടക്കുന്നുണ്ട്. വെല്ലുവിളി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, യൂട്യൂബ് അല്ല ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു വെല്ലുവിളിക്കുക എന്നുള്ള പറഞ്ഞൊരു സംഭവം. അപ്പം ഈ വെല്ലുവിളിക്കാരോടും ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമല്ല ഒരിക്കലും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. കാരണം അത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ബാൻ ചെയ്യപ്പെടും. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് അവർക്കറിയാം അവരെ എന്ത് പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ. അതുകൊണ്ട് ഞാൻ ആദ്യം പറയാം, നമ്മൾ എന്തെങ്കിലും ഒലത്താന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഐഡിയോളജി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കുക, എന്നിട്ട് ജനങ്ങളുടെ കയ്യടി വാങ്ങുക. അങ്ങനെ വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറയാം, നിങ്ങൾ ഇതിനു വേണ്ടി ഒരു തരത്തിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ കഷ്ടപ്പാട് അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങളിപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്ത് അവസാനം നിങ്ങൾക്ക് ശമ്പളം ഇല്ല എന്ന് പറയുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് ഇതും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടാവും, പക്ഷെ അതിനെ കൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. അതിൻ്റെ അകത്ത് ജനങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കണ്ടാൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് കണ്ടാൽ, അല്ലെങ്കിൽ സമൂഹത്തിന് കണ്ടാൽ എന്തെങ്കിലും മോശം രീതിയിൽ വരുന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് അത് പരിശോധിക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പലതരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ അവർ കൃത്യമായ രീതിയിൽ അവർ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും അവർ പ്രൊമോഷൻ തരുന്നതല്ല. ഇതുപോലെ നിങ്ങളുടെ വീഡിയോസിലും കാണാം, ഡോളറിൻ്റെ സ്ഥാനത്ത് ഇതുപോലെ യെല്ലോ വന്നിട്ടും കാണാം. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു യെല്ലോ ഡോളർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് നിങ്ങളുടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. എന്താണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിച്ചിട്ട്, നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തിയെ കളിയാക്കുന്നതോ അധിക്ഷേപിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആ ടൈറ്റിലുണ്ടോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, പരിശോധിച്ചിട്ട് അങ്ങനെ അല്ലാത്ത രീതിയിൽ അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സംഭവം യെല്ലോ മാറി ഗ്രീൻ ആവുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഭവം വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുമ്പം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല. നിങ്ങളുടെ ഐഡിയോളജി മാത്രമാണ് ഇവിടെ ആവശ്യം. ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ പല ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, വേറൊരു കാര്യമുണ്ട്. കാരണം ഇപ്പം ഗൂഗിളിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഡൗൺലോഡ് ചെയ്തെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സ്റ്റോറീസ് ഒരു സ്ക്രീനാക്കി ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ വോയിസ് ഡബ് ചെയ്ത് കയറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പല AI വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോറീഡ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ എഴുത്ത്, അതായത് ടെക്സ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ അകത്ത് വോയിസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനൊന്നും ആഡ്സ് ഒരിക്കലും കിട്ടുന്നതല്ല. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാറ്റഗറിയിലാണ് സോഷ്യൽ മീഡിയ പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ ചെയ്തിട്ട് യാതൊരുവിധ പ്രയോജനങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല.
ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ മദ്യപിച്ച് അതുപോലെ തന്നെ ഈ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ആളുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് അവരെ ട്രോളാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ട്രോള് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ കഴിയുന്നതും അങ്ങനെയുള്ള വീഡിയോസൊന്നും നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. കാരണം ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അവർ കരുതുന്നത് നിങ്ങൾ ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് സംസാരിക്കുന്ന കാര്യമൊന്നും അവിടെ പ്രത്യേകിച്ച് ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ വീഡിയോ എടുത്ത് ട്രോളുന്ന സമയത്ത് നിങ്ങൾക്കാണ് നെഗറ്റീവായിട്ട് വരുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിന് ഒരു നെഗറ്റിവിറ്റി ആയിട്ട് ബാധിക്കും. അതും ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് ഈ ഗ്രീൻ ഡോളർ മാറി അവിടെ യെല്ലോ വരാനുള്ള ഒരു വലിയൊരു ചാൻസാണ് നിങ്ങൾ ചെയ്തു വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ചാനൽ എത്രത്തോളം പെർഫെക്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം. മറ്റൊന്നും തന്നെ നിങ്ങൾ ചെയ്യുമൊന്നും വേണ്ട. നിങ്ങളുടെ കഴിവ് എന്താണോ ആ സംഭവം നിങ്ങൾ ചെയ്യുക. നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ചും അധിക്ഷേപിക്കാതിരിക്കുക, ഒരു സ്ഥാപനത്തെ പറ്റിയും കുറ്റം പറയാതിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള വെല്ലുവിളികൾ, കൊലപാതകം പോലുള്ള സംഭവങ്ങൾ, ഒരാളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അടിപിടി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നം അഴിച്ചുവിടാൻ തരത്തിലുള്ള ഒരു ടൈറ്റിലോ അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള തംബ്നെയിലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ സൃഷ്ടിക്കാണ്ടിരിക്കുക. ഇതേ മാത്രമേ ഇതിൻ്റെ അകത്തൊരു സൊല്യൂഷൻ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം അത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ഒരു ദോഷം തന്നെയാണ്. അപ്പോൾ ഈ ഗ്രീൻ ഡോളർ അതുപോലെ തന്നെ ഈ യെല്ലോ ഡോളർ പല ആൾക്കാർക്കും അറിയില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. ഇത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് കൂടുതലായിട്ടും സംഭവിക്കുന്നത്. ഇപ്പം തുടക്കക്കാരെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന അവരുടെ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നമുക്ക് റീച്ച് കിട്ടണം എന്നുള്ള കാര്യമാണ്. ആദ്യം തുടക്കത്തിൽ അവരെന്താ ചിന്തിക്കുന്നത്, എങ്ങനെയെങ്കിലും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് മോണിറ്റൈസേഷൻ നേടണം എന്നുള്ള കാര്യമാണ്. അതിന് പല വഴിയും ഉപയോഗിക്കുന്നു നിങ്ങൾ. അതായത് ചില ആൾക്കാർ വ്യൂസ് കൂടാനുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു. ചില ബൂസ്റ്റർമാരുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് അവരുടെ അടുത്ത് പോയി പിന്നെ വ്യൂസ് വാങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ വരെ എത്തിച്ചാലും നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ മോണിറ്റൈസേഷൻ വരെയേ ഉള്ളൂ. ഈ മോണിറ്റൈസേഷന് ശേഷം നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആഡ്സ് കിട്ടൂല, ഈ ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടൂല. കാരണം മോണിറ്റൈസേഷന് ശേഷവും ചില ആൾക്കാർ ബൂസ്റ്റർമാർ ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബൂസ്റ്റിങ്ങിലൂടെ നിങ്ങളുടെ വ്യൂസ് കൂടുന്നുണ്ടാവും, പക്ഷേ ആ വ്യൂസിന് ഒരിക്കലും ഫണ്ട് അവർ തരുന്നതല്ല, ഒരിക്കലും തരുന്നതല്ല. കാരണം നിങ്ങളത് നിർബന്ധിച്ച് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങളെന്ത് ചെയ്യുക, ഈ നാച്ചുറലായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് റീച്ചായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ട കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹാഷ്ടാഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കൊടുക്കണം, കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിനെ കുറിച്ചെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ജെന്യൂനായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങൾക്ക് ഏണിങ്സ് നേടിയെടുക്കാൻ പറ്റും. അതാ ഞാൻ തുടക്കത്തിൽ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉടായ്പകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത്. അതിന് പറ്റിയ സ്ഥലം വേറെ ഉണ്ടാവും, അവിടെ പോയി കളിക്കുക. ഒരിക്കലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഒരിക്കലും കളിക്കാൻ പറ്റില്ല. ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് കൂടുതൽ ആൾക്കാരും റോസ്റ്റിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ ചാനലിൽ അവർക്ക് പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ഒരിക്കലും അറിയുന്നില്ല അവരുടെ ചാനലിന് എത്രത്തോളം സ്ട്രൈക്ക് കിട്ടുന്നുണ്ടെന്നോ അവരുടെ ചാനലിന് എത്രത്തോളം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ കിട്ടുന്നുണ്ടെന്നോ ഒന്നും അറിയില്ല. നിങ്ങളുടെ വിചാരം ഏറ്റവും കൂടുതൽ റീച്ച് മില്യൺ കണക്കിന് വ്യൂസ് കയറുന്ന ആൾക്കാർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ടെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അവരുടെ പോളിസി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വെച്ച പോളിസിക്ക് എതിരായിട്ട് ചെയ്യുന്ന ആർക്കും തന്നെ ഫണ്ട് കിട്ടുന്നതല്ല. ഇനി അത്തരത്തിലുള്ള വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ എഫേർട്ട് മാത്രം അവിടെ വേസ്റ്റ് ആവും, വേറെ ഒന്നുമില്ല. വ്യൂസ് കയറും, അതിനെ കൊണ്ടെന്താ കാര്യം? നിങ്ങൾ ഏതൊരു വ്യക്തിയും ഇതിൻ്റെ അകത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫണ്ട് ഉണ്ടാക്കാൻ തന്നെയാണ്, അത് ഇല്ലയെന്നൊന്നും ആരും പറയണ്ട. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വ്യൂസ് കൂടിയതിനെ കൊണ്ട് മാത്രം നിങ്ങളുടെ കാര്യം എന്തെങ്കിലും നടക്കുമോ? അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഒരു വീഡിയോസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു സംഭവം വരുന്നുണ്ട്, അതായത് ഈ ഒരു യെല്ലോ ഡോളർ പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം